1988 ജൂലൈ 8-നായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസിന്റെ 12 ബോഗികൾ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് പതിക്കുകയായിരുന്നു. യാത്രക്കാരും രക്ഷാപ്രവർത്തകരും ഉൾപ്പെടെ 105 പേരാണ് അപകടത്തിൽ മരണമടഞ്ഞത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്ത കാരണം കണ്ടെത്തണം എന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ 2 അന്വേഷണ കമ്മീഷനുകളെ നിയമിച്ചു. റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ കമ്മീഷൻ. കായലിൽ രൂപം കൊണ്ട ടോർണാഡോ ചുഴലിക്കാറ്റ് മൂലമാണ് ട്രെയിൻ മറഞ്ഞതെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. എന്നാൽ ചുഴലിക്കാറ്റ് പോയിട്ട് ചെറിയ കാറ്റുപോലും അനുഭവപ്പെട്ടിട്ടില്ലെന്ന് തീവണ്ടി മറഞ്ഞ സമയം കായലിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പറയുന്നു. തുടർന്ന് റിട്ടയർഡ് എയർ മാർഷൽ CS നായിക്കിന്റെ നേതൃത്വത്തിൽ 2ാമത്തെ കമ്മീഷനെയും നിയമിച്ചു. അപകട കാരണം ടോർണാഡോ എന്നായിരുന്നു കമ്മീഷന്റെയും കണ്ടെത്തൽ. എന്നാൽ 36 വർഷം പിന്നിടുമ്പോഴും അപകട കാരണം അജ്ഞാതമായി തന്നെ തുടരുന്നു. പെരുമൺ പാലത്തിന്റെ സമീപം മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്മൃതി മണ്ഡപത്തിൽ പെരുമൺ ദുരന്ത അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KV ഷാജിയുടെ നേതൃത്വത്തിൽ മുടക്കം കൂടാതെ എല്ലാ വർഷവും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കാറുണ്ട്. ഇനിയെങ്കിലും അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാസ്തവത്തിൽ അന്ന് പെരുമണിലോ ഈ ഭാഗത്തൊന്നും ഒരു ചെറിയ കരിയിലക്കാറ്റ് പോലും ഉണ്ടായില്ല. അതാണ് സത്യം. ഇവിടെ കയർ തൊഴിലാളികൾ കയറി പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചകിരിനാര് പോലും ഈ കൊടുങ്കാറ്റിൽ പൊങ്ങിയില്ല. യക്ഷിക്കഥകൾ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകൾ പറഞ്ഞ് ഇന്ത്യൻ റെയിൽവേയും കേന്ദ്ര ഗവൺമെന്റും മാറുകയാണ് ചെയ്തത്. ഇനി ഈ 36ാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിലെങ്കിലും ഈ കേന്ദ്ര ഗവൺമെന്റ് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി പെരുമൺ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ബാധ്യത ഇന്ത്യൻ റെയിൽവേക്കുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. തീവണ്ടി അമിതവേഗത്തിൽ വന്നുവെന്നും പരിചയമില്ലാത്ത ആരോ ആണ് തീവണ്ടി ഓടിച്ചിരുന്നതെന്നും അവിദഗ്ധമായി ബ്രേക്കിട്ടതാണ് അപകട കാരണമെന്നും മറ്റുമുള്ള വിവരങ്ങളും പുറത്തുവരികയുണ്ടായി. ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.